എന്തായി ഡ്യൂട്ടി കഴിഞ്ഞോ ഫിറോസ് ഭായി? ആ ഡ്യൂട്ടി. ഹലോ, നിങ്ങളിവിടെ അങ്ങനെ കാണില്ലല്ലോ. നിങ്ങൾ ഇവിടെ പുതിയ ആളാ? ഇല്ല, ഞാൻ മക്കത്തായിരുന്നു. ആ ശരി. ഞാനിപ്പോ ഇങ്ങോട്ട് താമസം മാറിയതാണ്. ഇവിടുത്തെ ഇപ്പൊ മാറിയതാ? ഇവിടെ ഒരു സ്നേഹിതണ്ട പോകാനൊന്ന് കാണാൻ വേണ്ടിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ട്. ശരി. ഞാൻ എന്താ മക്കത്തുനിന്ന് രണ്ടാൾക്കാർ ആ സേതലവിയും അലവിക്കുട്ടി ഇവിടെ വന്നിരുന്നു. ആ അവര് കൊറേ മൊബൈൽ ഇങ്ങനെ നിങ്ങളെ പേരെന്തേനി? എന്റെ പേര് അജ്മൽ ബാബു. അജുവലോ, നിങ്ങളെ ചോദിച്ചിട്ട് ഇതിനെ ഇവിടെയാണ് ഇപ്പൊ താമസം ഇങ്ങോട്ട് മാറിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ പൈസ ഇടപാട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പൈസന്റെ ഇടപാടൊന്നും ഇല്ല. കാരണം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചാണ് മക്കൾ. എന്റെ കൂടെ തന്നെ ആയിരുന്നു. ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വണ്ടിക്ക് ഇങ്ങോട്ട് വരുന്നു, ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് തിരിച്ചു പോയതൊക്കെ തന്നെ ആയിരുന്നു. ഈ കൊറോണ മുമ്പേ കൊറോണ വന്ന് നമ്മളെ ബിസിനസ് ഒന്ന് ചെറുതായി ക്ഷീണമായപ്പോ പിന്നെ നമുക്ക് ഒരു അധികപ്പറ്റ പോലെ ആയോ. നിങ്ങളെ അധികപ്പറ്റ പിന്നെ നമ്മളെന്തായിട്ട് മെല്ലുണ്ട് പിന്നെ തിരിച്ചു പോകുന്നു. സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാണല്ലേ. സാമ്പത്തികമായിട്ട് ഡൗൺ ആയാൽ പിന്നെ അത് ആരും വേണ്ടില്ല. അത് കുടുംബക്കാർക്കായാലും നമ്മളെ സ്നേഹിതന്മാർക്കായാലും ആർക്കും വേണ്ടി. നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ അവരെ ഇതാക്കിയിരുന്നു, കൊണ്ട് നടന്നിരുന്നതാക്കിയിരുന്നു. നമ്മളങ്ങനെ ഒന്നും കണ്ടിരുന്നില്ല. അവർക്ക് നമ്മളോട് തോന്നിയിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല. നമുക്കത് അവർ പിന്നെ പറയാതെ പറഞ്ഞെന്നുള്ള രീതി അതപ്പോൾ നമ്മളങ്ങനെ നിങ്ങളായിട്ട് മാറുന്നതാണ്. ഇപ്പം അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് നമ്മൾ കുറച്ചും കൂടി തരത്തില്ലാതെ ഒന്നുകൂടി പഴയ രീതിക്ക് തന്നെ ഡെവലപ്പായി വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളത് വിട്ടു നിൽക്കലല്ലേ നല്ലത്. അതെ, അന്നിപ്പോൾ നിങ്ങളപ്പോ ഒപ്പം കൂട്ടിയിട്ടുണ്ടെങ്കിലേ ഓൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വരും എന്നുള്ളൊരു ബോധം കൊണ്ടാവുമല്ലോ ഒഴിവാക്കിയത്. അപ്പോൾ പിന്നെ നിങ്ങളെ തന്നെ സാമ്പത്തികം ഉണ്ട് എന്നുള്ളപ്പോൾ പിന്നെ അടുക്കേക്കാറ്. എന്തെങ്കിലും പരിപാടി ഇവിടെ കച്ചവടം ഒരു 3 ആൾ. മൂപ്പര് ഇവിടെ വേറെ കച്ചവടം ഉണ്ട്. നാട്ടിലൂടെ നാട്ടിൽ കൊണ്ടോട്ട് എല്ലാവരും കൊണ്ടോട്ടില്ല. ഞാൻ പൊന്നാനി.